മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തില് UDF ആണോ LDF ആണോ അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളതിന്റെ വളരെ വലിയ ചർച്ചകളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏതായാലും ആരെത്താനാണ് സാധ്യത എന്നൊന്ന് പരിശോധിക്കാം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ആളുകൾ ഭരണവിരുദ്ധ വികാരം ഒന്നടങ്കം UDF-ലേക്ക് എത്തി UDF അങ്ങ് വിജയിക്കുമെന്ന് വിളിച്ചു പറയുന്നത് എന്ന് തീരെ മനസ്സിലാവുന്നില്ല. നമ്മളേതായാലും എന്തെങ്കിലും പറയുകയല്ല, മറിച്ച് രാജ്യത്തെ എക്സിറ്റ് പോളുകളിൽ ഏറ്റവും മികച്ച ടുഡേയ്സ് ചാനലിക്ക് എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്, 2014 രാജ്യത്ത് BJP അധികാരത്തിലേക്ക് എത്തുമെന്നും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുമെന്നൊക്കെ രാജ്യത്ത് ആദ്യമായിട്ട് പ്രഖ്യാപിച്ച ഈ എക്സിറ്റ് പോളാണ് ടുഡേയ്സ് ചാണക്യ എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം. മിക്കവാറും രാജ്യത്തെ എക്സിറ്റ് പോളുകളിൽ ഏറ്റവും മികച്ചത് എന്ന് പറയുന്നത് ടുഡേയ്സ് ചാണക്യ തന്നെയാണ്. മിക്കവാറും എല്ലാ റിസൾട്ടുകളും പ്രവചനങ്ങളും ഏറെക്കുറെ ടുഡേയ്സ് ചാണക്യ പറയുന്നത് പോലെ തന്നെയാണ് സംഭവിക്കാറുള്ളത് എന്നുള്ളതുമാണ് വലിയ യാഥാർത്ഥ്യം. ഈ ടുഡേയ്സ് ചാണക്യയിൽ UDF ആണോ LDF ആണോ വരുന്നത് എന്ന് പരിശോധിക്കാം. അതിനു മുമ്പേ ആയിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട് അവിടെ വളരെ വ്യക്തമാണ്. BJP NDA കേരളത്തിൽ 11 സീറ്റ് വരെ നേടുമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് 7 സീറ്റിൽ നിന്ന് 4 സീറ്റ് അധികരിക്കാനോ 4 സീറ്റ് കുറയാനോ സാധ്യതയുണ്ട്. അത്തരത്തിലാണ് റിസൾട്ട് വരിക എന്നുള്ളതാണ് ടുഡേയ്സ് ചാണക്യയിൽ വ്യക്തമായിട്ട് പറയുന്നത്. അവിടെ നമ്മൾ മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടത് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കേരളത്തിൽ ഇനി BJPക്ക് 0 എന്നുള്ളത് വരാനേ പോകുന്നില്ല. അത് നമ്മുടെ കേരളത്തിലെ എക്സിറ്റ് പോളുകളിൽ സകലത്തിലും 0 എന്നുള്ളത് മാറ്റിക്കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ. 3 ഈ ടുഡേയ്സ് ചാണക്യ ഉറപ്പിക്കുന്നു. അത് കഴിഞ്ഞ് 7 11 വളരെ വ്യക്തമായിട്ട് ടുഡേയ്സ് ചാണക്യ മുറുകി പിടിക്കുന്നുണ്ട് ആ ഒരു യാഥാർത്ഥ്യം. അതായത് ഉറപ്പിക്കാൻ സാധിക്കും 11 വരെ സീറ്റ് BJP കേരളത്തിൽ നേടുമെന്ന്. ഇതെങ്ങനെയാണ് ഇത്രത്തോളം സീറ്റ് നേടുക എന്നുള്ളൊരു ചിന്തയുടെ വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്, എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം ഒന്നടങ്കം UDF-ലേക്ക് എത്തിയെന്ന് ഇവിടെ ആളുകൾ പറയുന്നത്. കേരളത്തിലൊരു 3ാം മുന്നണിയെ ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. അതിന്റെ തുടക്കം ഈ റിസൾട്ട് തന്നെയാ, അല്ലൊരു തർക്കമാർക്ക് വേണ്ട. ഭരണവിരുദ്ധ വികാരം ഒന്നടങ്കം അതെന്തുകൊണ്ട് BJP-യിലേക്ക് വന്നുകൂടാ? ഒരു ചർച്ചയല്ലേ ഇവിടെ. എക്സിറ്റ് പോളുകളുടെ 11 വരെ സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണവിരുദ്ധ വികാരം എത്രത്തോളം BJP പിടിക്കുന്നു അതിനനുസരിച്ച് മാത്രമേ UDF-ന് ഇവിടെ അധികാരത്തിലേക്ക് എത്താൻ സാധിക്കൂ. മറ്റൊരു വലിയ കണക്കില്ലേ, 2021 ഈ കഴിഞ്ഞ ഇലക്ഷനിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി കേരളത്തിൽ അധികാരത്തിലെത്തിയത് LDF. 2016 വളരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ അധികാരത്തിലേക്ക് എത്തിയത് LDF. ഇവിടെയാണ് 2011 ഈ UDF വരുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഈ പറയുന്ന UDF നമ്മുടെ കേരളത്തിൽ അധികാരത്തിലെത്തിയത്. അന്ന് UDF-ന് എത്രയാ സീറ്റ്? 72 മാത്രം. അന്നും ഇവിടെ LDF-ന് 68 സീറ്റ് ഉണ്ട്. അതായത് UDF 2011 അധികാരത്തിലേക്ക് എത്തിയത് വലിയ ഒരു ഭൂരിപക്ഷത്തിലല്ല. നേരെ പിറകോട്ട് പോയി 2006 കണക്ക് പരിശോധിക്കുമ്പോ അവിടെ LDF തന്നെയാ. അതായത് ഈ 2006 പോലും വളരെ വ്യക്തമാണ് LDF ആണ് അധികാരത്തിൽ ഉണ്ടായിരുന്നത്. അതും കഴിഞ്ഞ് പിറകോട്ട് പോകുമ്പോൾ 2001 ഈ പറയുന്ന UDF ഒന്ന് ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലെത്തിയത്. അതായത് കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മുടെ കേരളത്തില് LDF അതിന്റെ എല്ലാ രീതിയിലുള്ള അടിത്തറ പാകി മുന്നോട്ട് പോകുന്ന ഒരു മുന്നണി തന്നെയാ, തർക്കമില്ലാത്ത വിഷയം. ആ മുന്നണി ഈ തവണ അങ്ങ് പരാജയപ്പെട്ടിട്ട് UDF 100-ലേക്ക് എന്നൊക്കെ പറയുന്നത് ആന മണ്ടത്തരല്ലേ. ഈ പറയുന്നതിനൊക്കെ ഒരു ഉളുപ്പൊക്കെ വേണ്ടേ? ലേശമെങ്കിലും 100 കടക്കുമെന്നൊക്കെ അതെങ്ങനെ പറയാൻ സാധിക്കും? ടുഡേയ്സ് ചാണക്യയിലൊക്കെ വ്യക്തമായിട്ട് പറയുന്ന കണക്ക് എന്ന് പറയുന്നത് UDF-ന് 69 ± 9 എന്ന് പറയുന്നത് വ്യക്തമായിട്ട്
78 സീറ്റ് വരെ സാധ്യതയുള്ളൂ. അതേ സമയത്ത് കുറഞ്ഞ 60 വരെ പോകാനും സാധ്യതയുണ്ട്. വളരെ വളരെ വ്യക്തമായിട്ട് ടുഡേസ് ചാണക്യയിലൊക്കെ ഭരണമില്ലാതിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇനി LDFന്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെയാണ് പറയുന്നത്. 64 ±9 കൊടുക്കുന്നുണ്ട്. ഭരണത്തിലേക്ക് എത്താൻ ഒരു സാധ്യത കൃത്യമായിട്ട് LDFന് ടുഡേസ് ചാണക്യ പറയുന്നുണ്ട്. ഈ ടുഡേസ് ചാണക്യയുടെ കണക്കനുസരിച്ച് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ UDF ആണോ LDF ആണോ അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളത് പ്രവചനാതീതമാണ് എന്നുള്ളതാണ് മറ്റൊരു വലിയ യാഥാർത്ഥ്യം. അതൊരിക്കലും 90-100ലേക്കൊന്നും ഒരു മുന്നണിയും വരാൻ പോകുന്നില്ല. LDFനെ സംബന്ധിച്ച് കഴിഞ്ഞ 25 വർഷമായിട്ട്, ഇവിടെ കൃത്യമായിട്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് UDF കേരളത്തിലൊന്ന് ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചിട്ടുള്ളത്. അതിനുശേഷമുള്ള 2011 പോലും വലിയ വിജയമല്ല, വെറും 72 സീറ്റ് മാത്രം. 72 സീറ്റ് മാത്രം. അന്നും LDFന് 68 ഉണ്ട്. ഈ പറയുന്ന മാറി മാറി ഭരിക്കുന്ന ഒരു കാലത്ത് പോലും LDFന് 68 ഉണ്ട്. അപ്പോ എങ്ങനെയാണ് ഇവിടെ 100ലേക്കൊക്കെ എത്തുമെന്ന് എങ്ങനെയാണ് അത് പറയാൻ സാധിക്കുന്നത്? കേരളത്തിൽ UDF അങ്ങ് അധികാരത്തിലേക്ക് 100 എത്തുമെന്ന് അത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പറയാം. അവർക്കതല്ലാതെ BJPയോ ഈ പറയുന്ന CPMO ജയിക്കുമെന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ ഒരുപാട് ചർച്ച ചെയ്യുന്ന ആളുകൾ നിരന്ന് നിന്ന് പറയുന്നു 100 കടക്കും. അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വലിയ യാഥാർത്ഥ്യം. വലിയ രീതിയിൽ ഇന്ന വോട്ടുകൾ ഇങ്ങോട്ടേക്ക് പോയി എന്നൊക്കെ പറയുമ്പോഴും ഒരു കണക്കൊക്കെ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് LDF അധികാരം തുടരാനുള്ള വളരെ വലിയ സാധ്യതകളുണ്ട്. BJP 11 സീറ്റ് എന്നൊക്കെ പറയുന്നത് അത് എവിടെ നിന്ന് വോട്ട് പിടിക്കുന്നു, എവിടെ നിന്ന് BJPയിലേക്ക് എത്തുന്നു, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. 11 സീറ്റുകളിൽ 11 സീറ്റ് വരെ BJP ജയിക്കുമെന്ന് പറയുമ്പോഴും നമ്മുടെ കേരളത്തിലെ 140 സീറ്റുകളിലും വരാൻ പോകുന്ന വളരെ വലിയൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, 140 മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് കുത്തനെ മേലോട്ട് കുതിക്കും. എല്ലാ സീറ്റിലും വിജയിക്കുമെന്നല്ല, മറിച്ച് എല്ലാ സീറ്റിലും എഴുതി വെച്ചോളൂ. റിസൾട്ടിന്റെ തലേ ദിവസം കൃത്യമായിട്ട് പറയാണ്, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ സീറ്റുകളിലും 140 മണ്ഡലങ്ങളിലും ഒരു തർക്കവും വേണ്ട, BJP വളരെ വലിയ രീതിയിൽ കുതിച്ചിരിക്കും വോട്ടിന്റെ എണ്ണത്തില്. മറ്റേതൊരു പാർട്ടിയേക്കാൾ വളരെ വലിയ രീതിയിൽ വളർച്ച ഉണ്ടാക്കാൻ പോകുന്ന ആദ്യത്തെ പാർട്ടി എന്ന് പറയുന്നതും ഭാരതീയ ജനതാ പാർട്ടി. അതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഭരണവിരുദ്ധ വികാരമുണ്ട്, അത് UDFയിലേക്ക് തന്നെയാണ് പോയത് എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. BJPയിലേക്ക് വലിയ രീതിയിലുള്ള വോട്ടുകൾ എത്തിയിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാലും ഈ വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് BJP അടുത്ത ഇലക്ഷനിൽ കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തുന്നതിന്റെ തുടക്കമാണ് എന്നുള്ളതിലും ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട.